അടുത്ത വർഷത്തെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിന് പരിധി നിശ്ചയിച്ച ഓസ്ട്രേലിയ. വിദേശത്തു നിന്നുള്ള 2.7 ലക്ഷം വിദ്യാർത്ഥികൾക്ക് മാത്രമായാണ് അടുത്ത വർഷത്തെ പ്രവേശനം അനുവദിക്കുമെന്നാണ് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ തീരുമാനം. ഇത് ഓസ്ട്രേലിയയിൽ ഉന്നത പഠനത്തിന് അവസരം തേടുന്ന 10,000-കണക്കിന് മലയാളി വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയാണ്. ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് മലയാളികളാണ് ഓസ്ട്രേലിയയിൽ ഉന്നത പഠനത്തിനായി പോകുന്നവരിൽ അധികവും. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ഒറ്റയടിക്ക് പകുതിയോളമാക്കിയാണ് ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ മന്ത്രാലയം കുറച്ചത്. അടുത്ത വർഷം രാജ്യത്തെ പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളിൽ 1.45 ലക്ഷം വിദേശ വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ ട്രെയിനിംഗ് സ്ഥാപനങ്ങളിൽ 95,000 പേർക്കും മാത്രം പ്രവേശനം നൽകുമെന്നാണ് ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ മന്ത്രി ജെയ്സൺ ക്ലെയർ വ്യക്തമാക്കിയത്. സ്വകാര്യ സർവകലാശാലകളിലും സർവകലാശാല ഇതര ഉന്നത പഠന കേന്ദ്രങ്ങളിലുമായി 30,000 പേർക്കും പ്രവേശനം നേടാനാവും. രാജ്യത്തെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കോവിഡിന് മുൻപത്തെ നിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നിയന്ത്രണം കൊണ്ടുവരുന്നതെന്നാണ് വിവരം. ഔദ്യോഗിക കണക്ക് പ്രകാരം 2022 1 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഓസ്ട്രേലിയൻ വിവിധ സർവകലാശാലകളിൽ അഡ്മിഷൻ നേടിയത്. ഇതിൽ ഉൾപ്പെടാത്ത 1.22 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ 2023 ജനുവരി സെപ്റ്റംബർ കാലത്ത് നടത്തിയ മറ്റൊരു കണക്കെടുപ്പ് പ്രകാരം ഓസ്ട്രേലിയയിൽ പഠിക്കുന്നുണ്ട്. 2023 സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം വിദേശത്തു നിന്ന് ഓസ്ട്രേലിയയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 60% വർധനവുണ്ടായി. ഇതിനിടയിലാണ് പുതിയ തീരുമാനം പുറത്തുവരുന്നത്. 2025 ഇത് സർവകലാശാലകളിലേക്ക് 1,45,000 പുതിയ വിദേശ വിദ്യാർത്ഥികളും മറ്റ് ഉന്നത വിദ്യാഭ്യാസ ദാതാക്കൾക്ക് 30,000 തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമായി 95,000 ആകുമെന്നും സർക്കാർ വ്യക്തമാക്കി. വിസ ചട്ടങ്ങൾ പാലിക്കാത്തതിന്റെ അപകട സാധ്യത കുറവാണെന്ന് കരുതുന്ന വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുന്ന സമീപകാല നയം മാറ്റുക എന്നതാണ് പുതിയ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റ് സ്ഥാപനങ്ങൾക്കുള്ള വിസകൾ ഗണ്യമായി മന്ദഗതിയിലാക്കുമ്പോൾ മികച്ച റാങ്കുള്ള സർവകലാശാലകൾക്ക് അനുകൂലമായൊരു സംവിധാനമാകും സ്വീകരിക്കുക. അതേസമയം സർക്കാരിന്റെ പുതിയ നയങ്ങൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ഇതിനകം തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു. കുടിയേറ്റ സംഖ്യകൾ നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ അവകാശം തങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ഇത് ഏതെങ്കിലും ഒരു മേഖലയുടെ ചെലവിൽ ചെയ്യരുത്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം പോലെ സാമ്പത്തികമായി പ്രാധാന്യമുള്ള ഒന്നിൽ. യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ ചെയർമാൻ ഡേവിഡ് ലോഡ്സ് പറഞ്ഞു. ഖനനം കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ വ്യവസായമാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയുടെ സമ്പദ് വ്യവസ്ഥയിലെ വളർച്ചയുടെ പകുതിയിലേറെയും വിദേശ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഓരോ ഡോളറും ഓസ്ട്രേലിയയിലെ സർവകലാശാലകളിലേക്കാണ് എത്തുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് സർവകലാശാലയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ മാസം ഓസ്ട്രേലിയയുടെ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. എന്നാൽ കുടിയേറ്റത്തിന് പ്രത്യാഘാതങ്ങൾ കാരണം സർവകലാശാലകൾ വിദേശ വിദ്യാർത്ഥികളെ അമിതമായി ആശ്രയിക്കരുതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 69% ഓസ്ട്രേലിയൻ ആളുകളും വീടുകളുടെ ഉയർന്ന വിലയ്ക്ക് കുടിയേറ്റത്തെ കുറ്റപ്പെടുത്തിയതായി ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ദ ഗാർഡിയനിലെ അവശ്യ വോട്ടെടുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ വ്യവസായത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന വഞ്ചകരിൽ നിന്ന് സംരക്ഷിക്കാനും ഓസ്ട്രേലിയ സർക്കാർ പദ്ധതിയിടുന്നതായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.